ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, ഇതുണ്ടല്ലോ നമ്മളെ ചായപ്പൊടി, പഞ്ചാര, പെരിഞ്ജീരകം, നല്ലീരകം ഒക്കെ പാടിട്ട് കണ്ട് ഇപ്പോൾ നമ്മളെ നകത്തുമ്പോൾ മൈലാഞ്ചി ഉണ്ടാക്കുമല്ലോ, ജീരക മൈലാഞ്ചി, അതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എത്താ ഭാഗത്തും എനിക്ക് കല്യാണം ഉണ്ടാവും. കല്യാണം എന്നല്ല കേട്ടോ, നമുക്ക് മിഞ്ഞാന്നേ നമ്മളെ വീഡിയോയിലൊരു കമൻറ്റ് വന്നിട്ടോ, ഇത്താ മൈലാഞ്ചി ഇടാൻ ഇഷ്ടമല്ലേ നകത്തുമ്മലേ. അപ്പം ഞാൻ പറഞ്ഞേ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടോ. അപ്പം നമ്മൾ ആ കൂട്ടുകാരി പറഞ്ഞേ ഇന്നത്തെ വീഡിയോ അല്ലേ മൈലാഞ്ചി ഇട്ട് കണ്ട് വരണം കേട്ടോ. അപ്പം നമ്മളെ കൊച്ചുങ്ങളൊരാഗ്രഹം പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ. നിങ്ങളല്ല നമ്മളെ ചങ്കൾ. അപ്പം നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ അനുസരിച്ചാൽ എന്നാൽ പിന്നെ എന്താണ് അപ്പോൾ ഇതാക്കണേ ഞാനേ മൈലാഞ്ചിയൊക്കെ ഇട്ടുകണ കേട്ടോ. അത് ഞാൻ ഉച്ചക്കിട്ടാണ്, പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പം ഞാനത് മുന്നേ തന്നെ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാക്കണേ 2 കജ്മലും ഇട്ടിക്കണം കേട്ടോ. അപ്പം ഇനി എന്താ നമ്മളെ ആ കമൻ്റ് ഇട്ട ആൾ കാണുന്നുണ്ടോ ഇല്ലേന്നൊന്നും നമുക്കറിയില്ല. കാണുകയാണെങ്കിൽ പേരൊന്ന് പറയണ്ടിട്ടോ. അപ്പോൾ ഇതാക്കണേ നമുക്ക് അപ്പോൾ തുടങ്ങല്ലേ. അപ്പോൾ ചായക്ക് വെള്ളം വെക്കണം. അപ്പോൾ ഇന്ന് കടി നമുക്ക് പൂളയാണ് കേട്ടോ. കുറേ ദിവസമായിക്കണ് പൂള കൊടുന്നിട്ട്. അപ്പം എന്നാൽ പൂള നമുക്ക് പുയിങ്ങാന്നാണ് വിചാരിച്ചിക്കണേ. അപ്പോൾ മക്കൾ തലേന്ന് തന്നെ ചോദിച്ചിട്ടാ എന്തമ്മ ചായക്ക് കടി. അപ്പോൾ പറഞ്ഞ് ഞാൻ പൂളയാണ് കാരണം. അപ്പോൾ പൂള എന്താ കൂട്ടാൻ വെക്കുക ചോദിച്ചു. അവനെ കൂട്ടാൻ വെക്കണമെങ്കിൽ കൂട്ടാൻ വെക്കാറ്. അപ്പോൾ ഓല് പറഞ്ഞ് കൂട്ടാൻ വെക്കണ്ടമ്മ, പുയിങ്ങിയാൽ മതി. പിന്നെ പച്ചമുളകും ജീരുള്ളിയൊക്കെ ഇട്ടിട്ടില്ല സമ്മന്തി ഇല്ലേ, അതും കുറച്ച് മുളകും പൊടി സമ്മന്തി ഉണ്ടാക്കിയാൽ മതി. അപ്പം എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഇടാം. അപ്പം അങ്ങനെ ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണേ. അപ്പം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളാരും നിർബന്ധിച്ച് കണ്ട് വീഡിയോ കാണാൻ പറയില്ല കേട്ടോ. നിങ്ങൾക്കൊക്കെ നമ്മളെ വീഡിയോ കാണാൻ തീർപ്പതി ഉണ്ടെങ്കിൽ കാണി. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും തരാൻ മറക്കല്ലേ. പിന്നെ കമൻറ്റും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെച്ചെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് കൂട്ടാക്കാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മതി കേട്ടോ. നമ്മളാരും നിർബന്ധിച്ചിട്ടില്ലേ. നമ്മളൊരാളെയും നിർബന്ധിച്ച് കാണ്ട് ഒന്നും ചെയ്യിപ്പിച്ചാൻ പറ്റില്ല. ഒക്കെ അവനാന് തോന്നിക്കാണ്ട് ചെയ്യണമല്ലോ, അതാണ് മടിയത്. അപ്പം അതാ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ പൂളയൊക്കെ നല്ല അടിപൊളി പൂള തന്നെയാണ് കേട്ടോ. സൂപ്പർ പൂളയാണ്. അപ്പോൾ ഞാൻ ഒരു പൂള 3 കഷ്ണാക്കിയിട്ട് അതിൻ്റെ തോലൊക്കെ ഇങ്ങോട്ട് ചെത്തിയെടുക്കാണ് കേട്ടോ. അപ്പം പൂള ഒക്കെ എടുത്ത് കഴിഞ്ഞാരെയാണ് പിന്നെ നമുക്ക് മനസ്സിലൊരിത് വന്നത്, പടുകൂട്ടാൻ ഉണ്ടാക്കാനും വേണ്ടി ഒരു കണ്ട അവിടെ പാത്തച്ചാൽ മതി നീൻ. പക്ഷേങ്കിൽ ഒക്കെ തൊലിച്ച് ഒക്കെ കുക്കറിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നിയത്. പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ലോ. പിന്നെ ഇപ്പം ഇനി പോയ ബസ്സിന് കജ്ജാട്ടിയിട്ട് കാര്യമല്ല, ഇനി വരുന്ന ബസ്സിന് കജ്ജാട്ടാന്ന് വിചാരിച്ച് ഇനി പൂള കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനത്തെ ഒരു അബദ്ധമൊന്നും പറ്റാതെക്കാം. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും അല്ലേ. ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിച്ചു, അങ്ങനെയല്ലേ. അങ്ങനെ ഏതായാലും പൂളയൊക്കെ ഞാൻ തോലൊക്കെ ചെത്തി 2-3 കഷ്ണങ്ങളൊക്കെ ആക്കി എടുത്തിക്കണം കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നമ്മളെ ചായൻ്റെ വെള്ളം തിളക്കണ ഒച്ച ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചായപ്പൊടി എടുക്കാൻ പോയതേനി. അങ്ങനെ നമ്മൾ ചായപ്പൊടിയും പഞ്ചാരയും ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചായപ്പൊടിയും പഞ്ചാരയും ഇട്ട് കൊടുത്തുക്കണേ. അപ്പം ഇനി അതവിടെ കടന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് നമ്മളെ പൂള പിന്നെ വന്നുകാണ്ട് തോല് ഒളിച്ചട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മളെ പൂളയൊക്കെ തോല് ഒളിച്ചിക്കാണ്ടേ നല്ലോണം ഒന്ന് കേയി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മളെ പൂളൻ്റെ ഒരു ചൊറുക്കൊക്കെ നിങ്ങൾ വെളുത്ത് കെട്ട് ഇതായിക്കണേ അല്ലേ, സുന്ദരി കുട്ടിയായിക്കണേ. അങ്ങനെ ഞാൻ നമ്മളെ കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പുയിങ്ങാണ് കേട്ടോ. പുയിങ്ങിയിട്ട് നമുക്ക് സമ്മന്തിയും കൂട്ടി തിന്നാം. മക്കൾക്ക് അതാണ് തിരുപ്പതി എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ഇറച്ചിയും പൂളിയൊക്കെ വെക്കണം അല്ലേ. അപ്പോൾ ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഇവിടുന്നപ്പോൾ ഇറച്ചിട്ടുള്ളത് പല വകയായാലും മതി ഇനിയിപ്പോൾ. അങ്ങനെ ഏതായാലും നമ്മൾ കുക്കറിലൊക്കെ തീ വെച്ചിക്കണേ. പിന്നെ കുറച്ച് പാലുണ്ടേനി, അതൊന്ന് കാച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പാൽ ചായയാണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനിതാക്കണേ പാലൊക്കെ പാട്ടിക്ക് പാർന്നെടുത്തുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പൂളയൊക്കെ അതാ 2 വിസിൽ വന്നപ്പോൾ നല്ല പൂള വെന്തിക്കണം കേട്ടോ. പിന്നെ വെന്തിട്ടുള്ളൂ. ഒന്നുകൂടി ഒരു വിസിലൊക്കെ അടിച്ചിക്കണമെങ്കിൽ ഒന്നും കൂടിയൊക്കെ വെന്തീനി. പിന്നെ ഞാൻ ഊറ്റിയില്ലേ. അപ്പോൾ ചിലത് നല്ലോണം വെന്തിക്കണം, ചിലത് കുറച്ച് പാകാത്ത മാതിരി ഉണ്ടായിന് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി.
ഏതായാലും ഞാനൊരു കണ്ടെടുത്ത് തിന്ന് നോക്കിട്ടോ. അങ്ങനെ അതവിടെ മൂടി വെച്ചിക്കണേ. ഇനി നമുക്ക് സമ്മന്തി ഇറക്കണമല്ലോ. അതിന് ജീരുള്ളിയൊക്കെ കഴിഞ്ഞിക്കണ്. നമ്മളെ ജീരുള്ളിക്കൊട്ട ഉണ്ടല്ലോ, നമ്മളെ ഉള്ളിക്കൊട്ടയൊക്കെ തപ്പിത്തെരഞ്ഞ് കിട്ടിയതാണ്. ഒരു തുള്ളി ജീരുള്ളി തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇട്ടുകൊണ്ട് 2 ഉണ്ടമുളകാണ്. നല്ല എരിവുള്ള മുളക് തന്നെ ഇരിക്കണം. അപ്പോൾ പൂളിക്കാവുമ്പോൾ നല്ല എരിവാണല്ലോ. അപ്പം നമുക്ക് അരച്ചെടുക്കണം. ഒരു തുള്ളി ഉപ്പ് ഇട്ടുകണേ. പിന്നെ മത്തിമീൻ ഉണ്ടേനി, അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഞാൻ കുറച്ച് വെള്ളവും പറന്ന് ഇട്ടുകണം കേട്ടോ. അപ്പോൾ അത് മൂടി വെക്കുക, അല്ലെങ്കിൽ തങ്കപ്പൂച്ചയും കുട്ടികളും വന്നുകാണ്ട് പണി അയച്ചു. കരുന്നൊണിച്ച് കുട്ടികളാണ്, തള്ളിയും മകളും വന്നുകാണ്ട് മീൻ തിന്നണ തന്നെ നമുക്ക് അറിയില്ല. അപ്പം അങ്ങനെ ഇതാക്കണേ, നമ്മൾ അമ്മിയൊക്കെ ഒന്ന് നൂറിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമ്മന്തി നമ്മൾ അമ്മിമലാണ് കേട്ടോ ഒന്ന് അരക്കണത്. അപ്പോൾ അമ്മിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ എന്താട്ടി കേകി വൃത്തിയാക്കി എടുത്തുക്കണേ. അപ്പോൾ നമ്മളെ ജീരുള്ളിയും പിന്നെ പച്ചമുളക് ഇട്ടുക്കണേ. ചീരാപ്പറങ്കി മുളക് ഉണ്ട് വെച്ചെങ്കിൽ ഒന്നും കൂടി നന്നായി മക്കളെ. ചീരാപ്പറങ്കി മുളകാണ് ഒന്നും കൂടി രസം ഈ വലിയ മുളകുണ്ടില്ലേറെ. അപ്പം കിട്ടിയില്ല, കിട്ടാത്തതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇനി നമുക്ക് കിട്ടിയത് വെച്ചിട്ട് അരച്ചുണ്ടാക്കാം, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു മരമൊക്കെ ഉണ്ടതിനൊക്കെ ഉണങ്ങിപ്പോയി, പിന്നെ ഉണ്ടായിട്ടുമില്ല. അത് കാക്ക കൊന്ന് അതിൻ്റെ വിത്തൊക്കെ കൊടുന്നിട്ട് മുളച്ചുണ്ടായതേനി, പടുവ മുളച്ചതേനി. അതങ്ങനെയാണ് പോവുകയും ചെയ്തു, പിന്നെ ഉണ്ടായിട്ടുമില്ല കേട്ടോ. ചീരാപ്പറങ്കികളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇങ്ങനത്തെ സമ്മന്തിക്കൊക്കെ ബെസ്റ്റാണ്. അതാണ് രസം. അതിൻ്റെ ചൊയ തന്നെ ഒരു പ്രത്യേക ഒരു ചൊയ്യാണ് ചീരാപ്പറങ്കികളതിന്. അപ്പം ഇതാക്കണേ, നമ്മളെ സമ്മന്തിയൊക്കെ സൂപ്പറായിക്കണം കേട്ടോ. നല്ലോണം അരച്ചിക്കണേ. ഇനി നമുക്കത് പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. ഇനി പിന്നെ നമുക്ക് അതിക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഉറ്റിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ പാത്രത്തിൽ കിട്ടണം. ഇനി നമുക്ക് അതൊന്നിട്ടല്ലോ അമ്മി ഒന്ന് മോറിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, അമ്മി മോറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പണ്ടുള്ളവർ പറയട്ടോ, ഞങ്ങളവിടെ എൻ്റെ ചേച്ചി അമ്മ ആരോ പറഞ്ഞിരിക്കണേ, അമ്മിമരൊക്കെ അരച്ച് കഴിഞ്ഞാൽ മോറാതെ പോന്നാൽ പള്ളിയിലുണ്ടാവുമ്പോൾ കുട്ടികൾ ചുരുക്കുണ്ടാവില്ലല്ലോ. അങ്ങനത്തെ ചെറിയ മസാലകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറയണ കേട്ടീന്, ആരോ എന്നിപ്പോൾ പറഞ്ഞിരിക്കണേ. അവിടെ എല്ലാവരും ആണ് തോന്നുന്നത്. അപ്പോൾ അതാക്കണേ, നമ്മളെ സമ്മന്തി ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കുറ്റിച്ച് കുഴച്ച് വെച്ച് ഞാനൊന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പം ഞാൻ എന്താട്ടി ഒന്ന് ഒരു പൂളക്കണ്ടോ പിന്നെ നമ്മളെ സമ്മന്തി ഉണ്ടല്ലോ അതും ഒന്ന് തൊട്ട് അമച്ചിക്കാണ്ട് ഒന്ന് തിന്ന് നോക്കുകയാണ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയാണ്, സൂപ്പർ സാധനമാണ് മക്കളെ. അപ്പം അങ്ങനെ ഇതാക്കണം. അതൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ നമ്മൾ തിരുമ്പാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മളെ ജീനുവിൻ്റെ ഉണ്ടല്ലോ ടീഷർട്ടൊന്നും പാൻറ്റും നമ്മളെ മെഷീനിലിട്ട് തിരുമ്പരുത് കണക്കാണ്. കാരണം ഓൻ്റെത് നിരക്കാണ് കാരണം. അപ്പം എന്നാൽ പിന്നെ വേണ്ട. അപ്പോൾ ഓൻ പറഞ്ഞു, അമ്മച്ചിയെ നിങ്ങൾ തിരുമ്പി കഴിഞ്ഞ് കണ്ട് തോരയിടുന്നത് മറിച്ച് തോരയിടേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മറിച്ച് തന്നെയാണ് എങ്ങനെ തോരയിടില്ല കാരണം. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ മെഷീനിലാണ് തിരുമ്പല്ലോ വെച്ച്. ഞാൻ പറഞ്ഞു ചിലപ്പോൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് എന്താ കുറേ നേരം വെള്ളത്തിൽ ഇട്ടിട്ടാണ് ഉമ്മച്ചി കാരണം. അപ്പം എന്നാൽ പിന്നെ അത് വേണ്ട. അപ്പം ഞാൻ എന്താട്ടി പിന്നെ ഓൻ്റെത് അങ്ങോട്ട് നമുക്ക് കല്ലുമ്പഴത്തോളം തിരുമ്പാന്ന് വിചാരിച്ചിട്ടോ. പിന്നെ യൂണിഫോമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ കല്ലുമ്മ തന്നെ കേട്ടോ തിരുമ്പൽ. അല്ലാത്തതൊക്കെ പിന്നെ നമ്മൾ മെഷീനിലിടും. അത് എന്നൊന്നും തിരുമ്പൂല കേട്ടോ. മെഷീനിൽ ഒന്നരാടം വെച്ചിട്ടാണ് തിരുമ്പൽ. ഒരു ദിവസം ഇടാൻ ഉണ്ടാവില്ല, 2 ദിവസം ആകുമ്പോൾ ഇട്ടാലേ മുതലാവുള്ളൂ കേട്ടോ. അങ്ങനെയാണ് കാട്ടൽ. അങ്ങനെ ഇതാക്കണേ ഞാൻ പാൻറ്റും ഓൻ്റെ ടീഷർട്ടും ഒക്കെ തിരുമ്പി എടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ എന്താട്ടി നല്ല ആഞ്ഞ് വരിഞ്ഞ് തല്ലണുണ്ട്. വലിയ ചാക്കാണ് കേട്ടോ എൻ്റെ പാൻറ്റ്. അപ്പം അങ്ങനെ ഇതാക്കണേ നല്ല ഉസാറിൽ തിരുമ്പുണ്ട് കേട്ടോ. ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ. ചായ കുടിച്ചായിട്ട് നല്ല ഉസാറുണ്ട് തിരുമ്പാനൊക്കെ അല്ലേ. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരുമ്പി നമ്മളെ പൈപ്പിൻ്റെ അഴിമ തന്നെ ഇടലാണ് കേട്ടോ. വെള്ളം ചോർന്നിട്ടേ പിന്നെ നമ്മൾ തോരയിടുള്ളൂ. അപ്പം അങ്ങനെ ഇതാക്കണേ പാൻറ്റും കുപ്പായവും ഒക്കെ ഞാൻ മറിച്ചിട്ട് ആണ് തോരയിടുക കേട്ടോ. വെയിലടിച്ചുകാണ്ട് അത് നിരക്കൂലേ, അതുകൊണ്ടാണ് അങ്ങനെ മറിച്ചിട്ടുകാണ്ട് തോരയിടുക കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ മക്കൾക്ക് ചായ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ രണ്ടാക്കും ഈ 2 കണ്ടം പൂള ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ സനുവിന് ആ സമ്മന്തി മതി എന്ന് പറഞ്ഞേ. മിന്നൂട്ടി പറഞ്ഞിച്ച് മുളകും പൊടി സമ്മന്തി മതിയായിരുന്നു. അപ്പം കുറച്ച് മുളകും പൊടി സമ്മന്തി ഉണ്ടാക്കി കൊടുത്തിക്കണം കേട്ടോ.
മുളകും പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഊറ്റിച്ചതാണ്. അതാണ് ഓക്ക് മാണ്ടിയത് കാരണം. അപ്പം അങ്ങനെ ഓക്ക് അത് കൊടുത്തു, സനുവിന് മറ്റതും കൊടുത്തു. അങ്ങനെ ഇതാക്കണേ. പിന്നെ രണ്ടാക്കും ഓരോ ഗ്ലാസ്സിൽ പാൽ ചായ. അങ്ങനെ ഓല് ചായയൊക്കെ കുടിച്ച് ഓലതാക്കണ മദ്രസക്ക് പോകാണ് കേട്ടോ. ഒപ്പമുള്ള കുട്ടികളൊക്കെ ഇതാക്കണം പോലെ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പം ഓല് രണ്ടാളും പോകാൻ ഓലും ഇറങ്ങിയിരിക്കണം കേട്ടോ. അങ്ങനെ ഓല് മദ്രസക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ അടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഞാനും കുറച്ച് മുളകും പൊടി സമ്മന്തിയും അതേ പറഞ്ഞ മാതിരി മറ്റേ സമ്മന്തി എടുത്തുക്കണം കേട്ടോ. രണ്ടും പാടെ കൂട്ടി കുഴച്ച് തിന്ന് നല്ല രസമുണ്ടായിന് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് റാത്തായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ മിറ്റടിച്ചോരി വന്നിട്ട് പിന്നെ ഞാൻ മീൻ നന്നാക്കാണ് കേട്ടോ. മീൻ നന്നാക്കാൻ ഇരുന്നപ്പോൾ അതാക്കണേ നൊണിച്ചയാൾ രണ്ടും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. മീൻ നന്നാക്കാൻ വരുന്നുണ്ട് നോക്കിക്കാണ്ട്. അപ്പം അങ്ങനെ ഇതാക്കണേ ഈ തള്ളി മകളും മാത്രമുള്ളൂ കേട്ടോ. മറ്റോലെ കാണലേ ഇല്ല. എവിടേക്കാണ് പോയത് എന്നിട്ട് പുടിയാളും ഇല്ല. പക്ഷേങ്കിൽ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും കേട്ടോ. ഇതിപ്പോൾ എവിടേക്കാണ് പോലെന്ന് അറിയില്ല. ഇവർ രണ്ടാളും ഇവിടെ ഉണ്ടാറുണ്ട്. അങ്ങനെ നമ്മൾ ഇതാക്കണേ മീനൊക്കെ നന്നാക്കി എടുത്തുകൊണ്ട്. അപ്പം ഇന്ന് ഏള ചീന്തൊന്നല്ല കേട്ടോ. തലയാണ് മുറിച്ചിട്ടിരിക്കുകയാണേ. എന്നിട്ട് പിന്നെ വരിഞ്ഞെടുത്തിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ മീനും നന്നാക്കൽ കഴിഞ്ഞേക്കണം കേട്ടോ. അപ്പം മീനിൻ്റെ തലയൊക്കെ ഞാൻ ഓർക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് തള്ളി മകളും മാത്രമൊന്നല്ല മീനിൻ്റെ ഇത് തിന്നാല് നമ്മളെ കാക്കക്കുട്ടന്മാരും വന്നിക്കണം കേട്ടോ. ഓൽക്കും ഇട്ട് കൊടുത്തിക്കണം ഞാൻ. അങ്ങനെ ഓൽക്കും വേണ്ടേ പള്ളി പൈച്ചണി എന്തെങ്കിലുമൊക്കെ. അങ്ങനെ അതൊക്കെ തിന്ന് ഓലും പോയി. പിന്നെ മീൻ ഇതാക്കണേ ഞാൻ മസാല ഇട്ടാൻ വേണ്ടി ഉപ്പും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് ഞാൻ മാറ്റി വെച്ചേക്കണം കേട്ടോ. ഇനി നമുക്ക് മീനിട്ട് കാണണ്ടേ കേട്ടോ ചാറ്. അപ്പം കടുക് പൊട്ടിച്ച് തക്കാളി ഇട്ട് പിന്നെ നമ്മളെ ചതവുണ്ടല്ലോ വെള്ളുള്ളിയും ഇഞ്ചിയൊക്കെ അതും ഇട്ട് കൊടുത്ത് പിന്നെ പുളി ഉണ്ടല്ലോ ഞാനിനി പീഞ്ഞ് പാരാനാവില്ല എഴുതിയിട്ട് അതിൽ ഇട്ട് കൊടുത്തിക്കാൻ കേട്ടോ. അപ്പോൾ അതിൽ ഇതാക്കണേ പിന്നെ നമ്മളെ ഇതുണ്ട് പുളിങ്കുരു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടിക്കണം കേട്ടോ. പിന്നെ ഞാനേക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിതിലേക്ക് പിന്നെ മല്ലിപ്പൊടി ചേർക്കണില്ല കേട്ടോ. ഇന്നാൾ ഒരു കമൻ്റ് ഉണ്ടായിനി മത്തി ചാറക്കണിക്ക് എന്തിനാണ് മല്ലിപ്പൊടി ഇടുന്നത്. അപ്പോൾ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ അതാക്കണേ ഒരു പുളിങ്കുയും കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ കജ്ജോണ്ട് തന്നെ എടുത്തിട്ട്. അപ്പോൾ ചൂടൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതാക്കണേ അതൊന്ന് പച്ചമണം മാറണ വരെ ഒന്ന് ഞാൻ വാട്ടിയെടുത്തു. പിന്നെ അതിക്ക് കുറച്ച് വെള്ളവും പാർന്നു. അപ്പം മടിച്ചാളായതുകൊണ്ടാണ് കേട്ടോ. മടിച്ചിക്കോതി ആയതുകൊണ്ടാണ് പുളിയൊന്നും പാർന്ന് പിജാലൊരിതില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. എന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ ചാറ്റിന്. പിന്നെ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഞാൻ മൂടി വെച്ചിക്കണ്. പിന്നെ നമ്മൾ തിരിച്ചൊക്കെ ഒന്ന് കൂട്ടിയിട്ട് നമ്മളെന്താട്ടി അകടിച്ചു വരാൻ വേണ്ടി പോയിക്കണം കേട്ടോ. അങ്ങനെ അകടിച്ചു വരാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാക്കണം മക്കൾ കവറൊക്കെ ഉണ്ടല്ലോ എടുത്തുകൊണ്ടുങ്ങാണ്ട് പിച്ച് ചീന്തൊക്കെ ഇട്ടിക്കണേ. അപ്പോൾ അതൊന്ന് എടുത്തുകാണ്ട് നമ്മൾ വേസ്റ്റിൻ്റെ അതിൽ കൊണ്ടിട്ടു. അപ്പോൾ അതാണ് അടിച്ചോരലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇതാക്കണേ നമ്മളെ ചാറ് നല്ല തിളച്ച് വരുന്നുണ്ട്. പിന്നെ മീനൊക്കെയാണ് പൊക്കിയിട്ടിക്കണം കേട്ടോ. കുറച്ച് മീൻ ഇട്ടിട്ടുള്ളൂ. കാരണം ചാറ്റത്തെ മീൻ ആരും തിന്നില്ല, ഞാൻ മാത്രം തിന്നണം. അപ്പം ഒരു 5-6 മീൻ മാത്രം ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ അതൊന്ന് ഞാൻ ഇളക്കി കൊടുത്ത് മീനൊക്കെ വന്നിക്കണേ. കുഞ്ഞമത്തിയല്ലേ പെട്ടെന്ന് വേകും കേട്ടോ. അപ്പോൾ അതാക്കണേ അതൊക്കെ ആയി. ചാറ്റിൽ ഉപ്പുണ്ടോ നോക്കുകയാണേ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മളെ ചാറ് റെഡി ആയിക്കണം. പിന്നെ അത് നമുക്കണ്ട് ഓഫാക്കി വെക്കാം. പിന്നെ നമ്മളെ കുടത്തിൽ വെള്ളം കഴിഞ്ഞിനി പിന്നെ നമ്മൾ ഒരു കുടം വെള്ളവും കുടന്ന് വെച്ചിക്കണം കേട്ടോ. അങ്ങനെ ചാറും മീൻ നന്നാക്കലൊക്കെ ഫസ്റ്റ് കഴിഞ്ഞ് ചോറ് വച്ചിട്ടില്ല. ഇനി ചോറ് തന്നെ നമ്മൾ കുക്കറിലിട്ടിക്കണം കേട്ടോ. അപ്പം ഇനി ചോറ് വേകട്ടെ, എന്നിട്ട് നമുക്ക് ഊറ്റിയേക്കാം. അപ്പോൾ അതാക്കണ് ചോറും വെന്തിക്കണം കേട്ടോ. ചോറ് എളുപ്പത്തിൽ വെച്ച് നമ്മൾ തുടക്കാൻ വേണ്ടി പോയത്. ഇനി തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ചോറും വെന്തിക്കണം. ഇനി നമുക്ക് അതങ്ങോട്ട് ഊറ്റി വെക്കട്ടോ. പിന്നെ മീൻ പൊരിച്ചാണ്ടേനി മീനും പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ പറഞ്ഞപ്പോഴാണ് മക്കളെ
തിരുമ്പിയതുണ്ടല്ലോ തോരടാൻ മറന്നിക്കണ്. ഇത് പോയി തോരടട്ടെ. അപ്പോൾ കണ്ടില്ലേ പുളിങ്കുരു ഉണ്ടേനി കേട്ടോ ആ ഗ്യാസിൻ്റെ അവിടെ. അത് നല്ലോണം ചുട്ട മാതിരിയേക്കണ്. പണ്ട് സ്കൂൾ പഠിച്ചിരുന്ന കാലത്തുണ്ടല്ലോ ഇങ്ങനെ കുറേ പുളിങ്കുരു ചുട്ട് തിന്നിക്കണം. അപ്പം മീനൊക്കെ മറിച്ചിട്ടു. അപ്പം തിരുമ്പിയത് ഏതായാലും നമ്മളിന്ന് കൊണ്ടുപോയി തോരട്ടെ. മറന്നിക്കണ്. വോയിസ് ഓവർ കൊടുത്തപ്പോഴാണ് മനസ്സിലായത് പടച്ചോനെ തോരട്ടിട്ടില്ലല്ലോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. താങ്ക് യു.